അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ തന്നെ എടുത്തേക്കെന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങാണ്. ഈ ഉരുളക്കിഴങ്ങ് കൊണ്ട് നമുക്ക് ബീഫ് ഫ്രൈഡ് അതേ രീതിയിൽ നല്ല അടിപൊളിയായിട്ടൊരു ഫ്രൈ തയ്യാറാക്കി എടുത്തല്ലോ. ഈ ഇത് വെച്ചിട്ടുണ്ട് കിടുക്കാച്ചിയായിട്ട്. അപ്പോൾ കണ്ടല്ലോ വീഡിയോ എങ്ങനെ നല്ല ചെറിയ പീസുകളായിട്ട് നമ്മൾ കട്ട് ചെയ്ത് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്കൊന്ന് വേവട്ടെ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയാം, ഉരുളക്കിഴങ്ങ് വേവുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു പരിപാടി ചെയ്യാനുണ്ട്. നമുക്കൊരു ഇരുമ്പ് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ എന്തായാലും കുഴപ്പമില്ല. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് ഒരു 3 വറ്റൽമുളക്, കുറച്ച് കരിയാപ്പില അതിനോട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1.5 സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് അത് ഇട്ടത്. ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു 2 പച്ചമുളക് നീളത്തിൽ കയറി അതും ഇട്ടു. ഒരു 25 ഉള്ളി നമ്മൾ ചെറിയ ഉള്ളിയാണ് ചതച്ചതാണ് അത് ഇട്ടത്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തൊരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് പാകത്തിനനുസരിച്ചുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പച്ചമുളക് പൊടിയുടെ സമയത്ത് നമുക്ക് ഇതിനകത്തോട് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ 1 നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നമ്മൾ നീര് മാത്രം എടുത്താണ് ഒഴിച്ചത്. നമ്മൾ കിഴങ്ങെല്ലാം ഒന്ന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് വെന്ത ഉരുളക്കിഴങ്ങ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ മേളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാത്രം മതി. നമുക്കൊന്ന് ഇളച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ കൂട്ടുകാരെ നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. അട്ടാറ ടേസ്റ്റ് ആണ്, കിടുക്കാച്ചിയാണ്, ഒന്നും പറയാനില്ല. അപ്പൊ കൂട്ടുകാരതാ നമ്മൾ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളെ ഉരുളക്കിഴങ്ങ് ഫ്രൈ കൂടുതൽ എണ്ണയൊന്നും വേണ്ട, അടിപൊളിയാണ്, നല്ല സ്പൈസിയാണ്, നല്ല എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതേപോലെ ചെയ്ത് നോക്കിയോ. അപ്പൊ ഇഷ്ടപ്പെട്ട ഞാൻ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.